بسم الله الرحمن الرحيم. الحمد لله وبه نستعين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. ثم أما بعد. സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അത് അള്ളാഹുവിങ്കൽ നിന്ന് തൻസീൽ അവതീർണമാണ്, അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, അള്ളാഹുവിൽ നിന്ന് തുടങ്ങി അത് അള്ളാഹുവിലേക്ക് മടങ്ങും എന്ന് തുടങ്ങിയ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയാണ് വിശദീകരിച്ചത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യയിൽ തുടർന്ന് നൽകുന്ന ഭാഗം അള്ളാഹുവിനെ വിശ്വാസികൾ അന്ത്യനാളിൽ കാണും എന്നത് സ്ഥിരീകരിക്കുന്നതിനുള്ള തെളിവുകളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല തുടർത്തി പറയുന്നു, വഖൗലുഹു വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ അലൽ അറായികി യൻദുറൂൻ ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. ഈ 4 വചനങ്ങളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല ഈ അഖീദ അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വാസികൾ അന്ത്യനാളിൽ അവരുടെ നേത്രങ്ങൾ കൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണും എന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയെ സ്ഥിരീകരിക്കുവാൻ വേണ്ടി നൽകിയത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സത്യവിശ്വാസികൾ യറൗന റബ്ബഹും ഫിൽ ആഖിറതി ബിഅബ്സാരിഹിം വൽ മുഅ്മിനൂന യറൗന റബ്ബഹും ഫിൽ ആഖിറതി ബിഅബ്സാരിഹിം. സത്യവിശ്വാസികൾ അവരുടെ റബ്ബിനെ അന്ത്യനാളിൽ അവരുടെ അബ്സാർ അഥവാ അവരുടെ ബസറുകൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ്. അതിനുള്ള ഒന്നാമത്തെ തെളിവ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖിയാമയിലെ 22-23 വചനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വുജൂഹുൻ യൗമഇദിൻ നാദിറ. വുജൂഹുൻ ചില മുഖങ്ങൾ, യൗമഇദിൻ ആ ദിവസം അഥവാ യൗമുൽ ഖിയാമയിൽ, നാദിറത്തുൻ നാദിറ ബിദ്ദാദ് പ്രസന്നമായിരിക്കും, പ്രകാശമയമായിരിക്കും. ഇലാ റബ്ബിഹ അവയുടെ റബ്ബിലേക്ക്, നാദിറ നോക്കുന്നവയുമായിരിക്കും. ഈ ആയത്തിൽ ഇലാ റബ്ബിഹ നാദിറ അവയുടെ റബ്ബിലേക്ക് നോക്കുന്നവയുമായിരിക്കും എന്നുള്ളിടത്താണ് അള്ളാഹുവിനെ കാണുക എന്നതിന്റെ തെളിവിരിക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ അള്ളാഹുവിനെ കാണും എന്നതിന് ഇത് ആയത്ത് തെളിവായി അറിയിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് ഉദ്ധരിച്ചു. ചില മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ മുഖങ്ങൾ അന്ത്യനാളിൽ നാദിറത്തുൻ, നാദിറത്തുൻ എന്ന് പറഞ്ഞാൽ പ്രസന്ന വദനങ്ങളായിരിക്കും. കാരണം എന്തുകൊണ്ട്? മനസ്സിന്റെ സന്തോഷവും മനസ്സിന്റെ കുളിർമയുമാണ് അതിന് കാരണം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം വലഖാഹും നദ്റതൻ വസുറൂറ. ആ ദിവസത്തിന്റെ ദുരിതം അള്ളാഹു വിശ്വാസികളെ തൊട്ട് കാക്കും. മാത്രമല്ല വലഖാഹും റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കണ്ടുമുട്ടും നദ്റതൻ പ്രസന്നതയിൽ, വസുറൂറൻ സന്തോഷത്തിൽ. അഥവാ അള്ളാഹുവിനെ അവർ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ഹാല് പറയാണ് നദ്റതൻ, അഥവാ അവരുടെ മുഖത്ത് പ്രസന്നതയുണ്ടായിരിക്കും. വസുറൂറൻ സുറൂറൻ ഫി ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ സന്തോഷം ഉണ്ടായിരിക്കും. അപ്പൊ ഹൃദയത്തിൽ സന്തോഷമുള്ളതിന്റെ ഉപരിപ്ലവ
പ്രകട രൂപമാണ് മുഖത്തിന്റെ പ്രസന്നത, അത് അവർക്കുണ്ടായിരിക്കും. എന്നിട്ട് പറയുന്നത് ഇലാ റബ്ബിഹ, അവരുടെ റബ്ബിലേക്ക് നാദിറത്തുൻ, നോക്കുന്നവയുമായിരിക്കും. അവിടെ നമുക്കറിയാം നദർ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് മനസ്സിന്റെ നോട്ടം, മറ്റൊന്ന് കണ്ണിന്റെ നോട്ടം. രണ്ടിനും നദർ എന്നാ പറയാം. ഇവിടെ കൽബിന്റെ നോട്ടാണോ അതല്ല കണ്ണിന്റെ നോട്ടാണോ? ഇവിടെ തെളിവ് അറിയിക്കുന്നത് അത് ദൃഷ്ടി കൊണ്ടുള്ള, കണ്ണുകൊണ്ടുള്ള നോട്ടെന്നാണ്. എന്തുകൊണ്ട്? ഈ നോട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖത്തിലേക്കാണ് ചേർത്തത്. വുജൂഹു യൗമഇദിൻ നാദിറ എന്നിട്ട് പറയും ഇലാ റബ്ബിഹ, ഇനി ഇലാ റബ്ബിൽ വുജൂഹ്, ആ മുഖങ്ങളുടെ റബ്ബിലേക്ക്, നാദിറത്തുൻ, ആ മുഖങ്ങൾ നോക്കുന്നവയാണ്. അപ്പൊ മുഖത്തിലേക്കാണ് ഈ നോട്ടത്തെ ചേർത്തത്. അതുകൊണ്ട് തന്നെ മുഖത്തുള്ള കണ്ണിന്റെ നോട്ടമാണ് ഈ നോട്ടം എന്നുള്ളത് വ്യക്തമായി തെളിവറിയിക്കുന്നു. അല്ലാതെ കൽബ് കൊണ്ടുള്ള, ഫുആദ്, ഹൃദയം കൊണ്ടുള്ള നോട്ടം അതല്ല ഇവിടെ ഉദ്ദേശം എന്ന് ഈ തെളിവ് അറിയിക്കുകയാണ്. അപ്പൊ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ അള്ളാഹുവിനും അതേപോലെ തന്നെ പടപ്പുകൾക്കും അവന്റെ ദാസന്മാർക്കും ഇടയിലുള്ള മറ നീക്കിയാൽ അവർ അള്ളാഹുവിനെ നോക്കിക്കാണും എന്നുള്ളതാണ്. സഹിഹായ ഹദീസുകൾ ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ ചന്ദ്രനെ ചൂണ്ടി, പൗർണമി രാവിലെ പൂർണ്ണചന്ദ്രനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ജരീർ ബിൻ അബ്ദുല്ലാ അൽ ബജലിയിൽ നിന്നുള്ള ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, സതറൗന റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ കാണുന്നതാണ്, കമാ തറൗന ഹാദൽ ഖമർ ഈ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ. കണ്ട, പൗർണമി രാവിലെ ചന്ദ്രനെ എല്ലാരും കാണും, തെളിമയിൽ നിലാപ്പൊഴിച്ചുകൊണ്ടുള്ള കാഴ്ച, മനസ്സിലല്ലേ? അപ്പൊ ചന്ദ്രനെ കാണുന്ന അതേ പോലെ തന്നെ അള്ളാഹുവിനെ മറയില്ലാതെ തെളിമയിൽ കാണും എന്നുള്ളതാണ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പിന്നെ ചില റിപ്പോർട്ടുകളിൽ കാണാം, ലാ തുദാമ്മൂന ഫീ റുയതിഹി. എന്താ ലാ തുദാമ്മൂന ഫീ റുയതി? ലാ തുദാമ്മൂന ഫീ റുയതി എന്ന് പറഞ്ഞെങ്കിൽ റബ്ബിനെ കാണുന്നതിൽ നിങ്ങൾക്ക് മറയിടപ്പെടൂല എന്നാണ്. കാർമേഘം ഒന്നും മറയിടൂല, മനസ്സിലല്ലേ? ചില റിപ്പോർട്ടിൽ ലാ തുദാമ്മൂന ഫീ റുയതിഹി എന്നുണ്ട്. റബ്ബിനെ കാണുന്നതിൽ തെക്കും തിരക്കും ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ കാണാതിരിക്കൂല. പ്രത്യുത എല്ലാവരും വിശ്വാസികൾ, സ്വർഗപ്രവേശനത്തിന് അർഹരായവർ റബ്ബിനെ കാണുന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്, പൗർണമി രാവിൽ പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വാസികൾ, സ്വർഗത്തിന് അർഹരായവർ കാണും എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ തൽവിഷയത്തിലുള്ളതായ അഖീദ. ഈ വിഷയത്തിൽ വേറെയും തെളിവുകളുണ്ട്. ആ തെളിവുകൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് നമ്മളിവിടെ ഉണർത്തിയതിനു ശേഷം ഈ വിഷയത്തിൽ പിഴച്ചുപോയ കക്ഷികളുടെ വാദം, അതിന്റെ പിന്നെ സത്യാവസ്ഥയും നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ തുടർന്ന് വിശദീകരിക്കും. സൂറത്തുൽ മുത്തഫിഫീനിൽ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലൽ അറായികി യംദുറൂൻ. അലൽ അറായികി യംദുറൂൻ, ചാരുമഞ്ചങ്ങളിൽ അവർ നോക്കുന്നവരായിരിക്കും. സ്വർഗവാസികൾ അബ്റാറുകൾ, പുണ്യാളന്മാർ, അവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗീയ ചാരുമഞ്ചങ്ങളിൽ ഇരുന്ന് യംദുറൂൻ, അവർ നോക്കും. താരിഫു ഫീ വുജൂഹിഹിം നദ്റത്തൻ നഈം, അവരുടെ മുഖങ്ങളിൽ നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ പ്രസന്നത അറിയാനാവും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോ സ്വർഗവാസികൾ ചാരുമഞ്ചങ്ങളിൽ ഇരുന്ന് നോക്കും. ആ നോട്ടത്തിൽ അവർ അനുഗ്രഹങ്ങൾ നുകരും. ആ അനുഗ്രഹത്തിന്റെ പ്രസരിപ്പ്, സന്തോഷം, പ്രസന്നത
അവരുടെ മുഖങ്ങളിൽ തെളിയും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അവർ നോക്കും എന്ന് പറഞ്ഞു, ഇവിടെ അള്ളാഹുവിനെ നോക്കും എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ മനസ്സുകൾക്ക് കുളിർമയാകുന്ന കാര്യങ്ങളെയൊക്കെ അവർ നോക്കും എന്നുള്ളത് മനസ്സിലായി. സ്വർഗത്തിൽ തങ്ങളുടെ മനസ്സിന് കുളിർമയാകുന്ന കാര്യങ്ങളൊക്കെ നോക്കും. അതിലൂടെ അവരുടെ മനസ്സിൽ കുളിർമയാണ്, മുഖത്ത് പ്രസന്നതയാണ്. മനസ്സിലായി? ഹദീസിൽ വന്നിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ സ്വർഗവാസികൾ കണ്ടാസ്വദിക്കുകയും ഏറ്റവും കൂടുതൽ അവരുടെ കൽബിന് കുളിർമയാവുകയും ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർ കാണുമ്പോഴാണ്. മനസ്സിലായി? അപ്പൊ അവർ നോക്കുന്നതിൽ ഏറ്റവും അവരുടെ കണ്ണിന് കുളിർമയാകുന്ന, മുഖത്തിന് പ്രസന്നതയാകുന്ന, കൽബിന് സന്തോഷമാകുന്ന സംഗതി അള്ളാഹുവിലേക്കുള്ള തിരുനോട്ടമാണ്. അപ്പൊ അത് ഇവിടെ ഉൾക്കൊള്ളുന്നു. ഇവിടെ ഉൾക്കൊള്ളുന്ന, അവർ നോക്കുന്നു എന്ന് പറഞ്ഞതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് അലൽ അറായികി യൻദുറൂൻ, അവർ നോക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിലേക്കുള്ള അവരുടെ നോട്ടമാണ്. അതാണ് ഈ ആയത്തിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ ഉണർത്തിയത്. അപ്പൊ ഈ ആയത്തും അള്ളാഹുവിലേക്കുള്ള നോട്ടത്തെ സ്ഥിരീകരിക്കുന്നു. അന്ത്യനാളിൽ വിശ്വാസികൾ അള്ളാഹുവിനെ കാണും എന്നതിനെ സ്ഥിരീകരിക്കുന്നു. തുടർന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല കൊടുക്കുന്ന വചനം ഈ വിഷയത്തിൽ ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, സൂറത്ത് യൂനിസിലെ 26-ാമത്തെ ആയത്ത്. ലില്ലദീന അഹ്സനു, സുഹൃതം പ്രവർത്തിച്ചവർക്കുണ്ട്. സുഹൃതം പ്രവർത്തിക്കുന്ന ഇഹ്സാനോട് കൂടിയിട്ട് വർത്തിച്ചവർക്കുണ്ട്. ഇഹ്സാനോട് കൂടി വർത്തിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ ഇഹ്സാൻ, അള്ളാഹുവിനോടുള്ള പെരുമാറ്റത്തിൽ ഇഹ്സാൻ. എന്താ? അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുമ്പോൾ അള്ളാഹു തന്നെ കാണുന്നു, താൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നു എന്ന ബോധത്തിൽ ഇബാദത്ത് എടുക്കലാണ് ഇഹ്സാൻ. പടപ്പുകളോടുള്ള വർത്തനത്തിൽ, പെരുമാറ്റത്തിൽ ഇഹ്സാൻ എന്താ? പടപ്പുകളോട് നല്ല പെരുമാറ്റം, അതാണ് ഇഹ്സാൻ. അങ്ങനെ ഇഹ്സാനിൽ വർത്തിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ട് അൽ ഹുസ്ന. അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം സ്വർഗാണ്. വസിയാദ, സിയാദത്ത് പറഞ്ഞാൽ വർധനവ് എന്നർത്ഥം. സ്വർഗവും ഉണ്ട്, വസിയാദത്തുൻ, സിയാദത്തുണ്ട്, വർധനവും ഉണ്ട്. ഈ വർധനവ് എന്താ? ആ വർധനവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു തന്നു. അള്ളാഹുവിലേക്കുള്ള തിരുനോട്ടമാണ്. ഇമാം മുസ്ലിം കിതാബുൽ ഈമാനിൽ ബാബു ഇസ്ബാത്ത് റുയത്തിൽ മുഅ്മിനീന ഫിൽ ആഖിറത്തി റബ്ബഹും, ആഖിറത്തിൽ മുഅ്മിനീങ്ങൾ തങ്ങളുടെ റബ്ബിനെ കാണും എന്നത് സ്ഥിരീകരിക്കുന്ന അധ്യായം എന്നതിൽ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് സഹീഹ് മുസ്ലിമിലുള്ള ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുള്ളതായ ഹദീസ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിനെ കാണലാണ് ആ സിയാദത്ത് എന്നുള്ളത്. അപ്പൊ ലില്ലദീന അഹ്സനുൽ ഹുസ്ന, സുഹൃതം പ്രവർത്തിച്ചവർക്ക് സ്വർഗമുണ്ട്, വസിയാദത്തുൻ, സിയാദത്തും ഉണ്ട്. അഥവാ അന്നദറു ഇലാ വജ്ഹില്ല, അള്ളാഹുവിന്റെ തിരുമുഖത്തേക്കുള്ള നോട്ടമുണ്ട്. അത് ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആയത്തും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദക്ക് തെളിവാണ്. തുടർന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുന്നത് ഈ വിഷയത്തിലുള്ള തെളിവായി, ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, സൂറത്ത് ഖാഫ് 35-ാമത്തെ ആയത്ത്. ലഹും, അവർക്കുണ്ട്, അവർക്കുണ്ട് തന്നെ അവിടെ അഹ്ലുൽ ജന്ന, സ്വർഗവാസികൾക്കുണ്ട്. എന്തുണ്ട്? മാ യശാഊന ഫീഹാ, അവർ അതിൽ ഉദ്ദേശിക്കുന്നത് അവർക്കുണ്ട്. സ്വർഗവാസികൾ എന്തൊക്കെ ഉദ്ദേശിക്കുന്നതൊക്കെ അവർക്ക് അവിടെ ഉണ്ട്. വലദൈനാ മസീദ്, മാത്രല്ല നമ്മുടെ അടുക്കൽ മസീദുമുണ്ട്. മസീദ് എന്ന് പറഞ്ഞാൽ എന്താ? വർധനവ് എന്നാണ്. എന്താണ് ആ വർധനവ്? അതാണ് നമ്മൾ പറഞ്ഞ അന്നദറു ഇലാ വജ്ഹില്ല, അള്ളാഹുവിന്റെ തിരുമുഖത്തേക്കുള്ള നോട്ടം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത് എന്താ? സ്വർഗവാസികൾക്ക് അവർ ഉദ്ദേശിക്കുന്നതൊക്കെ ഉണ്ടെന്നാണ്. സ്വർഗത്തിൽ എന്തൊക്കെ ഉദ്ദേശിക്കുന്നു അതൊക്കെ അവിടെ ലഭിക്കും സ്വർഗവാസികൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് വിശദീകരിച്ചു. ഒരു വ്യക്തി സ്വർഗത്തിൽ തനിക്ക് ലഭിക്കുന്നതിനെ കുറിച്ച് ആഗ്രഹിച്ചുകൊണ്ട് പറയാണ്, റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അള്ളാന്റെ റസൂലെ, അഫിൽ ജന്നത്തി ഖൈൽ, സ്വർഗത്തിൽ കുതിര ഉണ്ടാകുമെന്ന് ചോദിച്ചു. ഫൈനി ഉഹിബ്ബുൽ ഖൈൽ, എനിക്ക് കുതിരനെ ഭയങ്കര ഇഷ്ടമാണ്, അത് സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ യുദ്ഖിലിക അല്ലാഹു
ഇൻ യുദ്ഖിൽക അല്ലാഹുൽ ജന്ന ഫലാ തശാഉ അൻ തർകബ ഫറസൻ മിൻ യാഖൂതത്തിൻ ഹംറാ തതീറു ബിക ഫിൽ ജന്നതി ശിഅത് ഇല്ലാ ഫഅൽത്. ഇൻ യുദ്ഖിൽക അല്ലാഹുൽ ജന്ന ഫലാ തശാഉ അൻ തർകബ ഫറസൻ മിൻ യാഖൂതത്തിൻ ഹംറാ തതീറു ബിക ഫിൽ ജന്നതി ശിഅത്. അള്ളാഹു താങ്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ എന്നിട്ട് നിങ്ങൾ യാഖൂതത്തുൻ ഹംറ, ചുവന്ന ഒരു മാണിക്യത്തിന്റെ ഒരു ഫറസ്, കുതിരപ്പുറത്ത് കയറണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുകയും ചെയ്താൽ തതീറു ബിക ഫിൽ ജന്നതി ശിഅത്, സ്വർഗത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തൊക്കെ നിങ്ങളെ കൊണ്ട് പാറി നടക്കുന്നതായ ഒരു ചുവന്ന മാണിക്യത്തിന്റെ കുതിര അത് നിങ്ങൾ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഇല്ലാ ഫഅൽത്, നിങ്ങൾക്കത് ലഭിക്കുകയും നിങ്ങൾ അങ്ങനെ പാറി നടക്കുകയും ചെയ്യും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞത്. ഒരു മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ കുതിരനെ ആഗ്രഹിക്കുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ചുവന്ന ഒരു മാണിക്യത്തിന്റെ കുതിരപ്പുറത്ത് സ്വർഗത്തിൽ എല്ലായിടത്തും ചുറ്റി നടക്കണം, പാറി നടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനും നിങ്ങൾക്ക് സാധിക്കും എന്ന് പറയണ്ടേ. അപ്പൊ ഒരു അറാബി ചോദിച്ചു എന്നാണ്, യാ റസൂലല്ലാഹ് അഫിൽ ജന്നത്തി ഇബിൽ, സ്വർഗത്തിൽ ഒട്ടകം ഉണ്ടാവുമോ? ഫൈനി ഉഹിബ്ബുൽ ഇബിൽ, എനിക്ക് ഒട്ടകത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അറാബി ഇൻ യുദ്ഖിൽക അല്ലാഹുൽ ജന്ന അസബ്ത ഫീഹാ മഷ്തഹത് നഫ്സുക് വലദ്ദത് ഐനുക്. അറാബി, നിങ്ങളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ മനസ്സ് ഇച്ഛിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. വലദ്ദത് ഐനുക്, നിങ്ങളുടെ കണ്ണിന് കുളിർമയാകുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടേ. അപ്പൊ അതാണ് ലഹും മാ യശാഊന ഫീഹാ, അവരുദ്ദേശിക്കുന്നതൊക്കെ അവിടെ അവർക്കുണ്ട്, സ്വർഗത്തിലുണ്ട്. എന്നിട്ട് അല്ലാഹു പറയണ വലദൈന മസീദ്, നമ്മുടെ അടുക്കൽ വർധനവുമുണ്ട്. മനസ്സിലായി? ഈ മസീദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാദത്തിനെ വിശദീകരിച്ച ആ വിശദീകരണം കൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചുള്ളത്. എന്താ സിയാദത്ത് പറഞ്ഞാൽ? ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ സിയാദ അല്ലേ. അതെന്താ? അന്നദറു ഇലാ വജ്ഹില്ലാഹിൽ കരീം, അള്ളാഹുവിന്റെ തിരുമുഖത്തേക്കുള്ള നോട്ടാണ്. അപ്പൊ വലദൈന മസീദ് എന്നുള്ളിടത്തും അതേ വിശദീകരണമാണ് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. മനസ്സിലല്ലേ? അപ്പൊ ഈ 4 ആയത്തുകൾ ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയാണ് അറിയിക്കുന്നത്. എന്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ, അടിയാറുകൾ, വിശ്വാസികൾ അന്ത്യനാളിൽ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ, സ്വർഗാർഹരായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വെളിപ്പെടുകയും അള്ളാഹുവിനും അവർക്കുമിടയിലുള്ള മറ നീക്കുകയും അവർ അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ നോക്കിക്കാണുകയും ചെയ്യും. പ്രസ്തുത കാഴ്ചയാണ് സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം. പ്രസ്തുത വേളയിലുണ്ടാകുന്ന സന്തോഷമാണ് സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷത്തിൽ ഏറ്റവും വലിയ സന്തോഷം. ഇതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഈ വിഷയത്തിൽ ഇപ്രകാരം സ്ഥിരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പണ്ഡിതന്മാർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയെ സ്ഥാപിച്ച്, ഈ വിഷയത്തെ സ്ഥാപിച്ച്, കാരണം മുഅ്തസിലിയാക്കൾ, ജഹ്മികൾ, ചില അശ്അരികൾ ഇവരൊക്കെ എന്ത് ചെയ്തിട്ട് ഈ അഖീദയെ നിഷേധിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കാണുക എന്നുള്ളതിനെ നിഷേധിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ വന്നതായ തെളിവുകളെ ഇവർ പലരും നിഷേധിച്ച് തള്ളിയിട്ടുണ്ട്. മുഅ്തസിലിയ കക്ഷികൾ, അതേപോലെ തന്നെ ജഹ്മികൾ, അതേപോലെ തന്നെ അശ്അരികളിൽ ഒരു വിഭാഗം, അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ നിഷേധിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട, സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ട അഖീദയെ സ്ഥാപിക്കുന്നത് വളരെ ബലപ്പെട്ട തെളിവുകൾ കൊണ്ടാണ്. അതിൽ 4 ആയത്തുകളാണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. ഇമാം ഷാഫിഈ റഹിമഹുള്ള വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്ത് കൊണ്ടാണ് ഈ അഖീദയെ സ്ഥാപിച്ചത്. ആ ആയത്ത് ഏതാ? കല്ലാ ഇന്നഹും അർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ എന്നുള്ള ആയത്താണ്. സൂറത്തുൽ മുത്തഫിഫീനിലെ കല്ലാ ഇന്നഹും, തീർച്ചയായിട്ടും അവിശ്വാസികൾ,
ആ റബ്ബിഹിൻ തങ്ങളുടെ റബ്ബിനെ തൊട്ട് യോമയിദിൻ ആ ദിവസം